ഇൻകം ടാക്സിൽ ഇൻകം ഫ്രം സാലറിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രോവിഡൻറ്റ് ഫണ്ട്. ഇപ്പോൾ പ്രോവിഡൻറ്റ് ഫണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ ഓരോ ടൈപ്പിൻ്റെയും ട്രീറ്റ്മെൻറ്റ് വിവിധ തരത്തിലാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എന്താണ് പ്രോവിഡൻറ്റ് ഫണ്ടെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പ്രോവിഡൻറ്റ് ഫണ്ടിനെ ഇൻകം ടാക്സിൻ്റെ ആക്ട് പ്രകാരം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്, അതായത് SPF, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് RPF, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് URPF. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന മൂന്ന് പ്രോവിഡൻറ്റ് ഫണ്ടുകൾ ഇൻകം ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടവ. അതിൽ ഒന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ടാണ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോവിഡൻറ്റ് ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓഫീസസ്. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ഓഫീസുകളോ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോവിഡൻറ്റ് ഫണ്ടുകളാണ് നമ്മളെന്ത് വിളിക്കുക? സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, മീൻസ് ടാക്സബിൾ അല്ല. ഓക്കെ, ഇപ്പോൾ പ്രോവിഡൻറ്റ് ഫണ്ട് നമുക്കറിയാം, പ്രോവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് കേസിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും നോട്ട് ടാക്സബിൾ ആണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എന്താണ്? നോട്ട് ടാക്സബിൾ ആണ്, ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം അണ്ടർ ATC. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? GTIയിൽ നിന്ന് ലെസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ടോട്ടൽ ഇൻകം കാണണം. ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാണുക? GTI ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യണം? 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ 5 ഹെഡ് ഇൻകംസ് കണ്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത്? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ 80C മുതൽ 80U വരെ കുറേ ഡിഡക്ഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ സമയത്ത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് 80C സെക്ഷൻ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ഒന്നുകൂടി പറയാം. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്, അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം തന്നെ എംപ്ലോയി എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ നമുക്ക് 80Cയിൽ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. സെക്കൻഡ് വൺ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടാണ്. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോവിഡൻറ്റ് ഫണ്ട് റെക്കഗ്നൈസ്ഡ് ബൈ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. അതായത് ഇൻകം ടാക്സ് കമ്മീഷണർ അംഗീകരിച്ച പ്രോവിഡൻറ്റ് ഫണ്ട്, അതിനാണ് എന്ത് വിളിക്കുക? റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ രണ്ട് ഫിഗറുകൾ ഓർത്ത് വെക്കണം, 12% 9.5%. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ ഈ രണ്ട് പെർസെൻറ്റേജുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം, 12%, 9.5%. എന്താ 12% എന്ന് പറഞ്ഞാൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് ദി സാലറി ഓഫ് എംപ്ലോയി ഈസ് ടാക്സബിൾ. അതായത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് കേസിൽ നമ്മൾ പറഞ്ഞു എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പക്ഷേ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ അവിടെ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്താ ലിമിറ്റ് എന്ന് പറയുന്നത്? എംപ്ലോയിയുടെ സാലറിയുടെ 12% വരെ ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. 12% കൂടുതലാണെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ എക്സസ് ഓഫ് 9.5% ഈസ് ഓൾസോ ടാക്സബിൾ. പ്രോവിഡൻറ്റ് ഫണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമ്പം 9.5% വരെയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. 9.5% മേലെയാണെങ്കിൽ എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 12% ഓഫ് സാലറി ഓഫ് എംപ്ലോയീസ് ടാക്സബിൾ. ഓക്കെ ആണല്ലോ? അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ഈ സാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണ്ടേ നമ്മൾ? ഓക്കെ, സാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്?
അതാണ് നമ്മളുടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. സാലറി ഫോർ ദി പേർപ്പസ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് കാൽക്കുലേഷൻ. അതിലെന്തൊക്കെ വരും എന്നാണ്. 1 ബേസിക് സാലറി, 2 DA പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ. വെറും DA തന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രൊവിഡൻറ്റ് ഫണ്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ സാലറി ഇനത്തിൽ കൂട്ടാൻ പാടില്ല. അത് ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്നോ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒന്ന് തന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ വേണ്ടി പാടുള്ളൂ. തേർഡ് വൺ കമ്മീഷൻ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം അണ്ടർ 80C. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് 80Cയിൽ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 2 എമൗണ്ടുകൾ, 2 ഫിഗേഴ്സ് എന്ന് പറയുന്നത് 12%, 9.5%. എംപ്ലോയിയുടെ സാലറിയുടെ 12% വരെയാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. 12% കൂടുതലാണ് എംപ്ലോയർ PFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഓക്കെ ആണല്ലോ? യെസ്. ദ ലാസ്റ്റ് വൺ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണ്? റെക്കഗ്നൈസ്ഡ് ബൈ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ്. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദി കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ്. അതിനാണ് നമ്മളിന്ന് വിളിക്കാം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇവിടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആർ നോട്ട് ടാക്സബിൾ. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും എന്തല്ല? ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ നോട്ട് ടാക്സബിൾ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ 2 കേസുകളിലും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് 80Cയിൽ ഡിഡക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? നോട്ട് എലിജിബിൾ എന്നാണ്. നോട്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 80Cയിൽ ഡിഡക്ഷനായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അത് കൂടാതെ അഡീഷണൽ ഒരു പോയിന്റ് വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടാക്സ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ചെയ്യപ്പെടും. പക്ഷെ നേരത്തെ എന്താ പറഞ്ഞത്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും നോട്ട് ടാക്സബിൾ ആണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും നോട്ട് ടാക്സബിൾ ആണ്. പക്ഷേ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടാക്സ്ഡ്. എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? ഇൻകം ഫ്രം സാലറി ഹെഡിലല്ല, പകരം എവിടെയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നിങ്ങളത് ഓർത്ത് വെക്കാം. ഓക്കെ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്, പക്ഷേ അത് സാലറി ഹെഡിലല്ല ടാക്സബിൾ. എവിടെയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സബിൾ ആയിട്ട് വരിക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. 3 ക്ലാസിഫിക്കേഷനാണ് പ്രോബ്ലംസ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അതേപോലെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് കേസിൽ നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. 2 പേരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഫുള്ളി എക്സംപ്റ്റ് ആണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയിയുടെ 12% ഓഫ് സാലറി വരെ എംപ്ലോയർക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതിൽ കൂടുതൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ അതിനെന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഇനി കോൺട്രിബ്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 9.5% വരെ എക്സംപ്റ്റഡ് ആണ്. അതിന് മുകളിലാണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ അതിനെന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഓക്കെ ആണല്ലോ? പിന്നെ അതേപോലെ തന്നെയാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ശ്രദ്ധിച്ച് വെക്കാം.